എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. കള്ളനവൻ, പെരുങ്കള്ളൻ, എന്റെ കൈ കെട്ടിണ്ടില്ല. വ്യത്യസ്തനായ മനുഷ്യനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ഞെട്ടിപ്പിക്കുന്ന നഗ്ന സത്യ ഞാൻ വഴിയിൽ വെച്ചറിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് വൈപ്പിൻകാർക്ക് കൗതുകമുണർത്തി ഡോൾഫിൻ കടൽ തെറ്റി തോട്ടിലെത്തിയത്. തോട്ടിൽ നീന്തി തുടിച്ച ചങ്ങാതിയെ കാണാൻ കരയിൽ ആളുകൾ തടിച്ചുകൂടി. കൊച്ചിയുടെ തീരത്തോട് ചേർന്ന് ഡോൾഫിനുകൾ പതിവാണെങ്കിലും കനാലുകളിലേക്കോ തോടുകളിലേക്കോ കടക്കാറില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ചേട്ടനിപ്പോ എന്താ വേണ്ടത്? നീ ഇവിടുന്ന് പോണം. ബോംബെയിലോ ഡൽഹിയിലോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. മേലനങ്ങാതെ ഇവിടെ ഇങ്ങനെ തിന്നുകൂടാൻ നാണമല്ലേ നിനക്ക്? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ഒറ്റയടിക്ക് 6 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അവന്റെ തിയേറ്റർ ഫേമസ് ആയിരിക്കുന്നയാ. ഇവിടെ തിയേറ്ററിൽ തുടങ്ങിയ ആരാണ്? എന്തൊക്കെ സംഭവം? നീ ഇമോഷണൽ ആവരുത്. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോടാ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. Basically, I am engineer. I have done engineering in electronics communication. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയും മോളെ. Basically, I am engineer. I have done engineering in electronics communication. After that, I run a startup company named Einstein Technology. I designed an electronic product. കുമാരന്റെ വാടക വീട്ടിലല്ലേ താമസിക്കണേ? അതിനെന്താണ്? അതിപ്പോ എന്താ കുഴപ്പം? കുഴപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചാ പോരെ. I got 3 all India entrance net for assistant professor, JR of Junior Research Fellowship. Then I got GATE. I got admission at IIT Bombay. ஏண்டா அவ்வளோ பெரிய படிப்பு படிச்சுட்டு எதுக்குடா இந்த வேலை பண்ற? അതായത് ഇവൻ പെരിയ വീട്ടു പുള്ളിയായിരുന്നു. ഇത്തിരി ദാരിദ്ര്യം വന്നു. എമ്മെ കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ. ഫിനാൻഷ്യലി ഞാൻ വളരെ വീക്കാം. ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയത് ആരാണ്? കേരളത്തിലാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിന്നെ ആരാട്ടനെ ആർക്കും വേണ്ട. ആരാട്ടൻ ഭ്രാന്തനാണ്. കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്. നീ ഏതാടാ നായേ? പിന്നെ ആരാട്ടനെ ആർക്കും വേണ്ട. ആരാട്ടൻ ഭ്രാന്തനാണ്. ഭ്രാന്തത്തിൽ റിവ്യൂ എടുക്കണ്ട. കുടുംബത്തെ കയറ്റം കൊള്ളൂല്ലേ അവന്? എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. ഇവനെ ഭ്രാന്തരനെ ആർക്കും വിളിക്കാനുള്ള അവസ്ഥയില്ല. മെന്റൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പുള്ളി വെറുതെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാണ്. പുള്ളിക്ക് പട്ടോ ഭ്രാന്തൊന്നുമില്ല. പുള്ളിയൊക്കെ ആക്ട് ചെയ്യുന്നു. മാസത്തിൽ ഇങ്ങനത്തെ ഒരെണ്ണം വന്നാൽ മതിയല്ല, ജീവിതവും വെറുത്തു പോകും, ജോലിയും വെറുത്തു പോകും. ഭ്രാന്തമായിട്ട് റിവ്യൂ എടുക്കരുതാണ്. നന്ദിട്ടോ ലാറി, നന്ദിട്ടോ എനിക്ക്. എനിക്കിത് എന്നെ കിട്ടണം. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി പോലീസിന് വിളിച്ചവനെ പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇതുവരെ ചെയ്ത ജോലിക്ക് എന്തെങ്കിലും തരാനുള്ള താല്പര്യമുണ്ടോ? എന്ത് ജോലിക്ക്? എന്ത് ജോലിക്ക്? എനിക്ക് വേണേ മാനസിക കേസ് കൊടുക്കാം. മാനസിക കേസ് കൊടുക്കാം. എന്നെ ഭ്രാന്തനെ വിളിച്ചേക്കാം. കണ്ട ഭ്രാന്തമായിട്ട് റിവ്യൂ എടുക്കരുതാണ്. നീ അനുഭവിക്കണം ത്യാഗങ്ങൾ. നീ വലിയവനാടാ, വലിയവൻ. ഞാൻ ഇങ്ങോട്ടേക്കില്ല. ഇനി വന്നിട്ടില്ല. പോണേ പോയിക്കടാ. പോവും പോടാ. ഞാൻ പോവാ. അവന്മാരെനിക്ക് കാണണ്ട, വെറുത്തുപോയി. ഭ്രാന്തമായിട്ട് റിവ്യൂ എടുക്കരുത്. ഇവിടെ തിയേറ്റർ റിവ്യൂ തുടങ്ങിയാണ് ഞാൻ കേരളത്തിലാണ്. ഓൺലൈൻ മീഡിയ പൊങ്ങിയത് എന്തിലൂടെയാണ്? ഈ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്തിലൂടെയാണ്? അതിനൊന്നും ഇല്ലേ? കണ്ടോ ശങ്കര, പഴയതൊന്നും മറന്നിട്ടില്ല. ഞാൻ വരില്ലേ, നീ ഇങ്ങോട്ടില്ല. മിണ്ടില്ല ഞാൻ. പോയി പിണങ്ങിപ്പോയി. ഒരു പാവം മൂർഖം പാമ്പിനെ നീ ഓർക്കത്തിൽ നിന്ന് വിളിച്ചോടുത്ത് ചെരിപ്പിട്ട കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരിച്ചത്. നോവേറ്റ പാമ്പ് ഇതാ പുകയും കൊണ്ട് പകയും കൊണ്ടാണ് പോകുന്നത്. സൂക്ഷിച്ചോ. വാ മക്കളെ, കമ്മകേന അന്തർദേ. കോമഡി ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ, മ്യൂസിക് ഉണ്ടോ, പാട്ട് ഉണ്ടോ? ഇത്